ഇന്ദിര ക്യാൻറ്റീൻ എന്നുള്ളത് തന്നെ ഒരു ഉടായിപ്പാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ദിര ക്യാൻറ്റീന് കിച്ചണുണ്ടോ? കിച്ചണുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? സമൃദ്ധിയുടെ കിച്ചണിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവന്ന് ഇന്ദിര ക്യാൻറ്റീന്റെ പേര് വെച്ച് വിൽപ്പന നടത്തുന്നു. ഇതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതല്ലേ തട്ടിപ്പെന്ന് പറയുന്നത്? സമൃദ്ധിയുടെ പ്രത്യേകത എന്തായിരുന്നു? സമൃദ്ധിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ചോദ്യമുണ്ടോ? സർ എം അനിൽകുമാർ മേയറായിരിക്കുന്ന കാലത്ത് മാതൃകാപരമായി കൊണ്ടുവന്നാണ് കോർപ്പറേഷനകത്ത്. സമൃദ്ധിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ചായവുണ്ടോ? അല്ല, ഇതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് പ്രസക്തമാകുന്നത് അവർ പ്രകടന പത്രികയിൽ ഈ കാര്യം പറയുന്നു എന്ന് വരുമ്പോഴാണ്. യഥാർത്ഥത്തിൽ പ്രകടന പത്രിക ശുദ്ധ തട്ടിപ്പാണ്. UDFന്റെ പ്രകടന പത്രിക, ഉഡായിപ്പ് പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു ഉദാഹരണമാണ് ഇന്ദിര ക്യാൻറ്റീൻ എന്നുള്ളത്. ഇന്ദിര ക്യാൻറ്റീൻ എന്നുള്ളത് തന്നെ ഒരു ഉടായിപ്പാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ദിര ക്യാൻറ്റീന് കിച്ചണുണ്ടോ? കിച്ചണുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? സമൃദ്ധിയുടെ കിച്ചണിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവന്ന് ഇന്ദിര ക്യാൻറ്റീന്റെ പേര് വെച്ച് വിൽപ്പന നടത്തുന്നു. ഇതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതല്ലേ തട്ടിപ്പെന്ന് പറയുന്നത്? സമൃദ്ധിയുടെ പ്രത്യേകത എന്തായിരുന്നു? സമൃദ്ധിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ചോദ്യമുണ്ടോ? സർ എം അനിൽകുമാർ മേയറായിരിക്കുന്ന കാലത്ത് മാതൃകാപരമായി കൊണ്ടുവന്നാണ് കോർപ്പറേഷനകത്ത്. സമൃദ്ധിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ചായവുണ്ടോ? ആ പേരിലോ അതിന്റെ പ്രവൃത്തിയിലോ ഏതെങ്കിലും കാര്യത്തിൽ അത് വലിയ അംഗീകാരം നേടിയ പദ്ധതിയല്ലേ? എറണാകുളം നഗരത്തിൽ വരുന്ന, മഹാനഗരത്തിൽ വരുന്ന ഏതു മനുഷ്യർക്കും ചെറിയ തുകയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടും. ഒരാളും പട്ടിണി കിടന്നു പോകേണ്ടതില്ല. അതായിരുന്നല്ല അതിന്റെ ഒരു മെസ്സേജ്. എല്ലാ വിഭാഗം ആളുകളും അത് സ്വീകരിച്ചില്ലേ? രാഷ്ട്രീയ വ്യത്യാസമില്ല, എല്ലാവരും സമൃദ്ധിയിൽ വരാറില്ലേ? എല്ലാ സാംസ്കാരിക പ്രവർത്തകർ, കലാകാരന്മാര്, രാഷ്ട്രീയക്കാരെല്ലാവരും വരാറുണ്ട്. പക്ഷെ ഇവര് കോർപ്പറേഷൻ അധികാരത്തിൽ വന്നപ്പോ ആദ്യം ചെയ്തത് ഇന്ദിര ക്യാൻറ്റീൻ തുടങ്ങുന്നു എന്നാണ്. ഇന്ദിര ക്യാൻറ്റീൻ എന്ന പേരിലേക്ക് പേര് മാറ്റി തുടങ്ങിയതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം സമൃദ്ധി ക്യാൻറ്റീൻ നടത്തുന്നത് കുടുംബശ്രീയാണ്. കുടുംബശ്രീ മാതൃകാപരമായി തീർത്ത, കുടുംബശ്രീ കേരളത്തിൽ ലോകത്തിന് കാണിച്ചു വെച്ച ഒരു മാതൃകാ പദ്ധതിയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഏറ്റവും മാതൃകാപരമായ ഒന്നായിരുന്നു നമ്മുടെ ഈ ജനകീയ പദ്ധതി എന്നുള്ളത് കാണാൻ കഴിയും. എന്നാൽ സമൃദ്ധിയെ നടത്തുന്ന കുടുംബശ്രീയെ തകർത്ത് ഇവരുടെ ഇഷ്ടക്കാരിലേക്ക് ആ പദ്ധതിയെ മാറ്റുക എന്ന ദുരുദ്ദേശത്തോടെയാണ് ഇന്ദിര ക്യാൻറ്റീൻ ആരംഭിച്ചത് എന്ന് കാണാം. എന്നാൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോ ഇന്ദിര ക്യാൻറ്റീൻ ഒരു കിച്ചൺ ഉണ്ടാവണ്ടേ? സമൃദ്ധിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവിടുന്ന് കൊണ്ടുവന്ന് അവിടെ വിൽക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിന്റെ സാമ്പത്തികം ഏത് ഹെഡിലാണ് കൈകാര്യം ചെയ്യുന്നത്? അത് നിങ്ങൾ അന്ന് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇന്ദിര ക്യാൻറ്റീന്റെ സാമ്പത്തികം, അവിടെ വിറ്റ് കിട്ടുന്ന പൈസ, മറ്റു കാര്യങ്ങൾ ഏത് ഹെഡിലാണ്? അത് നേരിട്ട് എവിടെയാണ് അടയ്ക്കുന്നത്? സമൃദ്ധിയുടെ ഹെഡിലാണോ അത് ഇന്ദിര ക്യാൻറ്റീന്റെ വേറെ പൈസയാണോ? പൈസ തട്ടിക്കാനുള്ള മറ്റൊരു പദ്ധതി കൂടിയാണോ ഇത് എന്നുള്ള കാര്യം ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കപ്പെടേണ്ട ഒന്നാണ്. ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് പദ്ധതി ഈ എറണാകുളത്ത് ഇവർ കൊണ്ടുവന്ന് നടപ്പാക്കിയ, കഴിഞ്ഞ 3 മാസക്കാലം കൊണ്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിലേക്ക് എടുത്തു വച്ചിട്ടുള്ളത് എന്ന് കാണാം.